നിങ്ങൾ കാണും, കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യ രംഗം മാറിയിരിക്കുന്നു. ഞങ്ങൾ ദാരിദ്ര്യം ഏതാണ്ട് ഇല്ലാതാക്കിയിരിക്കുന്നു. രാജ്യത്തെ മറ്റുള്ളവയേക്കാൾ ഏറെ മുകളിലാണ് കേരളം. നടന്നുകൊണ്ടിരിക്കുന്ന തരത്തിലുള്ള സർക്കാർ വിരുദ്ധ പ്രചാരണം അചിന്തനീയമാണ്. ബി.ജെ.പി. പ്രതിരോധത്തിലാണ്. ബി.ജെ.പിക്ക് മുന്നേറ്റമുണ്ടാക്കാൻ പോകുന്നില്ല. ഞങ്ങളോടൊപ്പം ചേർന്നതിന് വളരെ നന്ദി. ഇത് നിങ്ങൾക്ക് എത്ര തിരക്കേറിയ സമയമാണെന്ന് എനിക്കറിയാം. ധനമന്ത്രി, സംസ്ഥാനത്തിന്റെ പണത്തിന്റെ കാര്യത്തിൽ താങ്കൾ വളരെ ബോധവാനാണ്. വാസ്തവത്തിൽ പെൻഷൻ 1500-ൽ നിന്ന് 2500-ആയി ഉയർത്തുമെന്ന് താങ്കൾ വാഗ്ദാനം ചെയ്തിരുന്നു. പക്ഷേ അത് 2000 വരെയാണ് ഉയർന്നത് എന്ന അർത്ഥത്തിൽ താങ്കൾ വളരെ യാഥാസ്ഥിതികനാണ്. അപ്പോൾ നിങ്ങൾ വിചാരിച്ചു, അത് മതി, ഞങ്ങൾക്ക് കൂടുതൽ താങ്ങാനാവില്ല. പിന്നെ രാജ്യത്തുടനീളം ഫലപ്രദമാകുന്നത് തെരഞ്ഞെടുപ്പ് സമയത്തെ പണം നൽകലാണ്. എന്തുകൊണ്ടാണ് താങ്കൾ അത് ചെയ്യാതിരുന്നത്? അത് ഫലപ്രദമാണ്. താങ്കൾക്ക് നന്നായി അറിയാം, ഞാനൊരു സാമ്പത്തിക യാഥാസ്ഥിതികൻ എന്ന നിലയിൽ അറിയപ്പെടുന്ന ആളല്ല. എന്റെ ഖ്യാതി ഇതിന് വിപരീതമാണെന്നാണ്. ഒന്ന്, ക്ഷേമ പെൻഷനുകളുടെ കാര്യത്തിൽ ഞാൻ വളരെ ഉദാരനായിരുന്നു. ക്ഷേമ പെൻഷനുകളിൽ വളരെ കാര്യമായ വർധനവ്, കോവിഡ് കാലത്ത് ജനങ്ങൾക്കുള്ള പിന്തുണ, കേരളത്തിൽ ആരും പട്ടിണി കിടക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തി, എല്ലാവർക്കും സൗജന്യ ചികിത്സയും പരിചരണവും മറ്റും നൽകിയിരുന്നു. എന്നാൽ കേരളം ഒരു വലിയ അടിസ്ഥാന സൗകര്യ വിടവ് നേരിടുന്നു. കാരണം കേരളം മുഴുവനായും സാമൂഹിക മേഖലയിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത്. ഈ വിടവ് മറികടക്കാൻ നിങ്ങൾക്കൊരു നിക്ഷേപം ആവശ്യമാണ്. പൊതുമേഖലയിൽ നിന്ന് കുറഞ്ഞത് 1 ലക്ഷം കോടി രൂപയെങ്കിലും, അതിനുശേഷം കേന്ദ്ര, മറ്റ് സ്വകാര്യ മേഖലകളിൽ നിന്നുള്ള പിന്തുണയും. ഈ 1 ലക്ഷം കോടി നിങ്ങൾ എങ്ങനെ സമാഹരിക്കും? അതുകൊണ്ട് ഞങ്ങളൊരു സാമ്പത്തിക നവീകരണം നടത്തി. TIFB എന്ന് പേരുള്ള ഒരു പുതിയ സ്ഥാപനം. അത് വിപണിയിൽ നിന്ന് പണം സമാഹരിച്ച് സംസ്ഥാനത്തിന്റെ ഉറപ്പുകളോടെ അടിസ്ഥാന സൗകര്യങ്ങളിൽ നിക്ഷേപിച്ചു. അതുകൊണ്ട് നിങ്ങൾക്ക് കാണാം, കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യ രംഗം കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ വളരെ കാര്യമായി രൂപാന്തരപ്പെട്ടുവെന്ന്. ഉദാഹരണത്തിന് നിങ്ങൾ ഒന്നുകിൽ പുതുതായി നിർമ്മിക്കുന്ന റോഡുകളിലൂടെയായിരിക്കും യാത്ര ചെയ്യുന്നത്, ദേശീയപാതകൾ പോലെ, അല്ലെങ്കിൽ ഗ്രീൻഫീൽഡ് റോഡുകളിലൂടെ. അവ രൂപകൽപ്പന ചെയ്ത റോഡുകളാണ്. കേരളത്തിലെ എല്ലാ PWE റോഡുകളും BMNBC ആക്കി മാറ്റിയിട്ടുണ്ട്. പാലങ്ങൾ പുനർനിർമ്മിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത് വളരെ ദൃശ്യമായ ഒന്നാണ്. കൂടാതെ പല റോഡുകളും വളരെ സവിശേഷമായവയാണ്. ഉദാഹരണത്തിന്, നിങ്ങൾ ഞങ്ങളുടെ ഹിൽ ഹൈവേയിലൂടെ യാത്ര ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമ്മുടെ തീരദേശ ഹൈവേ ഇനിയും വരാനിരിക്കുന്നതേയുള്ളൂ. അത് തുടങ്ങിയതേയുള്ളൂ. അപ്പോൾ ഇതൊന്നാണ്. രണ്ടാമതായി, ഉറപ്പുള്ള വൈദ്യുതി വിതരണം. ഒരു പുതിയ ട്രാൻസ്ഗ്രിഡ് 2, കൂടാതെ നിർമ്മിക്കപ്പെടുന്ന നിരവധി വ്യാവസായിക ടൂറിസം ഇടനാഴികളും. അപ്പോൾ ഇതൊരു വലിയ നിക്ഷേപമാണ്. അടിസ്ഥാന സൗകര്യങ്ങളിലെ മൊത്തം നിക്ഷേപം, കേന്ദ്രം, സംസ്ഥാനം അല്ലെങ്കിൽ മറ്റുള്ളവരുടേതായാലും, ഏകദേശം 2 ലക്ഷം കോടി വരും. അതൊരു വലിയ തുകയാണ്. അപ്പോൾ നിങ്ങൾ അതിൽ നിക്ഷേപിക്കുകയാണെന്നും അത് തൊഴിലവസരങ്ങൾ കൊണ്ടുവരുമെന്നും ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? കാരണം ഇപ്പോഴത്തെ അവസ്ഥയിൽ നാട്ടിലെ ആളുകൾ ഇപ്പോഴും സംസാരിക്കുന്നത് കേരളത്തിൽ ജോലികളില്ലെന്നും, എല്ലാ ചെറുപ്പക്കാരും പശ്ചിമേഷ്യയിലേക്ക് മാത്രമല്ല, യൂറോപ്പ്, ഇസ്രായേൽ, ലോകത്തെല്ലായിടത്തേക്കും പോകുന്നതിനെക്കുറിച്ചുമാണ്. അതൊരു വലിയ കാര്യമാണെന്ന് തോന്നുന്നു. ചെറുപ്പക്കാരെ കേരളത്തിൽ നിർത്താൻ നിങ്ങൾ എന്തു ചെയ്യുന്നു? അതാണ് പ്രശ്നം. അതാണ് വെല്ലുവിളി. നോക്കൂ, ഞങ്ങൾ പാവപ്പെട്ടവരെ സംരക്ഷിച്ചിട്ടുണ്ട്. ഞങ്ങൾ ദാരിദ്ര്യം ഏതാണ്ട് നിർമ്മാർജ്ജനം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ വികസനത്തിന്റെ ഏതെങ്കിലും സാമൂഹിക സൂചിക, ഉദാഹരണത്തിന് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് അല്ലെങ്കിൽ ഗ്ലോബൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ്, ഡെവലപ്മെന്റ് ഇൻഡെക്സ് എന്നിവ എടുക്കുകയാണെങ്കിൽ കേരളം രാജ്യത്തെ മറ്റു പ്രദേശങ്ങളെക്കാൾ വളരെ മുന്നിലാണ്. ഉദാഹരണത്തിന്, ഇന്ത്യയുടെ സസ്റ്റൈനബിൾ ഗോൾ ഡെവലപ്മെന്റ് ഇൻഡെക്സ് റാങ്ക് ഏകദേശം 106 ആണ്. കേരളത്തിൻ്റേത് 30ന്റെ പരിധിയിലായിരിക്കും. അപ്പോൾ അതാണ് ആ ഒരു വ്യത്യാസം. പക്ഷേ പുതിയ തലമുറ എല്ലാവരും വിദ്യാസമ്പന്നരാണ്. അവരുടെ തൊഴിൽ പ്രതീക്ഷകൾ വളരെ ഉയർന്നതാണ്. അവർക്ക് അവരുടെ മാതാപിതാക്കളുടെ ജോലിയിൽ തൃപ്തിയില്ല. നിങ്ങൾക്കറിയാമോ, മാതാപിതാക്കൾ പോലും തങ്ങളുടെ മക്കൾ അവരുടെ ജോലി ചെയ്യണമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ട് ദേശീയ ശരാശരിയുടെ 2-3 ഇരട്ടി തൊഴിലില്ലായ്മ എന്ന ഒരു വിരോധാഭാസമുണ്ട്.
അതേസമയം 30 ലക്ഷം അതിഥി തൊഴിലാളികൾ കേരളത്തിലേക്ക് വരുന്നു. അതുകൊണ്ട് ഇവിടെ ഒരു ഇതാണ് വലിയ വെല്ലുവിളി. ഇടതുപക്ഷത്തിന് ഒരു പദ്ധതിയുണ്ടോ കേരളത്തിനുള്ളിൽ ഗുണമേന്മയുള്ള ജോലികൾ സൃഷ്ടിക്കാൻ? അതാണ് വെല്ലുവിളി. അതുകൊണ്ട് പുതിയ തലമുറയോട് ഞങ്ങൾക്ക് പറയാൻ ആഗ്രഹമുണ്ട്. അതെ, പാവപ്പെട്ടവരുടെ ക്ഷേമത്തിൽ വിട്ടുവീഴ്ച ചെയ്യാതെ ഞങ്ങൾക്കൊരു പദ്ധതിയുണ്ടെന്ന്. അതിനാൽ ഞങ്ങളിതിനെ വിജ്ഞാന സമ്പദ് വ്യവസ്ഥയിലേക്കുള്ള മാറ്റത്തിനായുള്ള ഒരു പരിപാടി എന്ന് വിളിക്കുന്നു. ഏതെങ്കിലും വ്യവസായങ്ങളല്ല, മറിച്ച് മാന്യമായ ജോലിയും അതുവഴി നല്ല ശമ്പളവും സൃഷ്ടിക്കുന്ന വ്യവസായങ്ങൾ. അവ പ്രധാനമായും വിജ്ഞാനാധിഷ്ഠിത വ്യവസായങ്ങളോ നൈപുണ്യാധിഷ്ഠിത വ്യവസായങ്ങളോ സേവന വ്യവസായങ്ങളോ ആണ്. ഇപ്പോൾ ഈ മേഖലകളിലേക്ക് എങ്ങനെ നിക്ഷേപം ആകർഷിക്കാം, അല്ലെങ്കിൽ അവിടെ സ്റ്റാർട്ടപ്പുകളെ പ്രോത്സാഹിപ്പിക്കാം? അതിന് 2 തൂണുകൾ ആവശ്യമാണ്. 1. അടിസ്ഥാന സൗകര്യങ്ങൾ. അത് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. 2. ഉന്നത വിദ്യാഭ്യാസത്തെ മാറ്റിമറിക്കുക. അതുവഴി അത് പുതിയ അറിവുകൾ ഉൽപ്പാദിപ്പിക്കുകയും ഒരു പുതിയ നൂതന ആവാസ വ്യവസ്ഥ സൃഷ്ടിക്കുകയും ചെയ്യും. മനസ്സിലായോ? അതുകൊണ്ട് ഞങ്ങൾ അതിനായി ഒരു പരിപാടി ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് ക്ഷേമം, വിതരണമുറപ്പു നൽകുന്ന ഒരു സമൂഹം നമുക്കുണ്ടാകുമെന്നാണ്. കൂടാതെ ഉൽപാദനത്തിലും വളർച്ചയിലും ഒരു മാതൃക കൂടിയാണ്. അതുകൊണ്ട് ഒരു മതേതര ചട്ടക്കൂടിൽ, ഒരു പുരോഗമനപരമായ സംസ്കാരത്തിൽ ഞങ്ങൾ പ്രദർശിപ്പിക്കാൻ പോകുന്നത് സമത്വവും വളർച്ചയും തമ്മിലുള്ള ഒരുതരം വിവാഹമാണ്. അതും വളരെ പ്രധാനമാണ്, അല്ലേ? കേരളത്തിലെ ഓരോ പൗരനും കല, സാഹിത്യം, നാടകം, സിനിമ എന്നിവ ആസ്വദിക്കാൻ കഴിയണം. അതുകൊണ്ട് നിങ്ങളുടെ വരുമാനം വർദ്ധിക്കുന്നതിനനുസരിച്ച് ആളുകൾ ഇപ്പോൾ കൊട്ടാര സദൃശമായ വീടുകളിലും ഉപഭോഗ വസ്തുക്കൾ വാങ്ങുന്നതിലുമൊക്കെയാണ് സംതൃപ്തി കണ്ടെത്തുന്നത്. അതുകൊണ്ട് സോഷ്യലിസ്റ്റ് പദ്ധതിക്ക് യഥാർത്ഥത്തിൽ പുരോഗമനപരമായ ഒരു സംസ്കാരമുണ്ടാകേണ്ടത് വളരെ വളരെ പ്രധാനമാണ്. ഭൗതിക വസ്തുക്കളുടെ ഉപഭോഗത്തിന് പകരം ആളുകൾ സാംസ്കാരിക ഉപഭോഗം ആസ്വദിക്കാൻ പഠിക്കണം. അതുകൊണ്ട് ഞങ്ങൾ നടത്തുന്ന അടിസ്ഥാന സൗകര്യ നിർമ്മാണത്തിൽ വലിയ സ്റ്റേഡിയങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് എല്ലാ ജില്ലകളിലും 40-50 കോടിയുടെ സാംസ്കാരിക കേന്ദ്രങ്ങൾ ഉണ്ടാകാൻ പോകുന്നു. നമുക്കിപ്പോൾ ബിനാലെ, അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം, നാടകോത്സവം എന്നിവയുണ്ട്. നമുക്ക് നൃത്തം എല്ലാം ഉണ്ടാകും. കൂടാതെ ഒരാൾ നടത്താൻ ആഗ്രഹിക്കുന്ന എല്ലാ സാഹിത്യോത്സവങ്ങളെയും ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കും. നമ്മുടെ ലൈബ്രറി പ്രസ്ഥാനത്തെ ഞങ്ങൾ പിന്തുണയ്ക്കുകയും അതിനെ മാറ്റിമറിക്കുകയും ചെയ്യും. അപ്പോൾ ഇതാണ് കേരളത്തിന്റെ പദ്ധതി. സർ, ഈ സാമൂഹികവും സാംസ്കാരികവുമായ കാര്യങ്ങളെല്ലാം നല്ലതാണ്. പക്ഷെ നിങ്ങൾക്ക് അവസരം നഷ്ടപ്പെട്ടുവെന്ന് കരുതുന്നുണ്ടോ? മറ്റുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ കഴിഞ്ഞ ദശകത്തിൽ 100% വളർന്നു. നിങ്ങൾക്ക് 60% പോലും നേടാനായില്ല. യുവാക്കൾക്കിടയിലെ തൊഴിലില്ലായ്മ 40%. ഞാൻ ഉദ്ദേശിച്ചത്, ഈ കാര്യങ്ങളിലെല്ലാം നിങ്ങൾ ഒരുപാട് വൈകിയില്ലേ? തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് പകരം എല്ലാ ജില്ലകളിലും സാംസ്കാരിക കാര്യങ്ങൾക്കായി 40 കോടി ചെലവഴിക്കുകയാണ്. ഞാൻ കരുതുന്നത് നമ്മൾ ശരിയായ സമയത്താണ്, വൈകിയിട്ടില്ല എന്നാണ്. ഞങ്ങൾ കേരളത്തിന് വേണ്ടി ചെയ്തത് വ്യാവസായ കാന്തര കാലഘട്ടത്തിൽ കുറഞ്ഞത് 5-6 തലമുറകൾക്ക് മാന്യവും അന്തസ്സുള്ളതുമായ ഒരു ജീവിതം ലഭിച്ചു എന്നതാണ്. അത് വളരെ പ്രധാനമാണ്. അടിസ്ഥാനപരമായി 3 തരം സംസ്ഥാനങ്ങളുണ്ട്. വേണമെങ്കിൽ 4 പറയാം. 1. ഗുജറാത്ത്. അവിടെ വളർച്ചയുണ്ട്, പക്ഷേ ക്ഷേമം തീരെയില്ല. പിന്നെ നമ്മുടെ സ്ഥിരം കേരളമുണ്ട്. അവിടെ വലിയ വളർച്ചയില്ല, പക്ഷേ പുനർവിതരണവും ക്ഷേമവുമുണ്ട്. പിന്നെ വളർച്ചയോ ക്ഷേമമോ ഇല്ലാത്ത ബീമാര് സംസ്ഥാനങ്ങളുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഒരു മാതൃക കാണിക്കാൻ ആഗ്രഹിക്കുന്നു. ശരി, നമ്മുടെ മുൻകാല ശക്തിയെ അടിസ്ഥാനമാക്കി കെട്ടിപ്പടുക്കുക. നമുക്ക് വിദ്യാസമ്പന്നരായ തൊഴിലാളികളുണ്ട്, ആരോഗ്യമുള്ള തൊഴിലാളികളുണ്ട്, പുരോഗമനപരമായ ഒരു സംസ്കാരമുണ്ട്. ഈ ശക്തിയെ അടിസ്ഥാനമാക്കി വളർച്ച ത്വരിതപ്പെടുത്തുന്നതിനുള്ള ഒരു പരിപാടി നിങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ഇത് മാനുഷിക മുഖമുള്ള വികസനമാണ്. ഈ വികസനം എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വികസനം. അപ്പോൾ ഒരുപക്ഷെ നമുക്കിത് കുറച്ചുകൂടി നേരത്തെ ചെയ്യാമായിരുന്നു. പക്ഷേ ഈ ക്ഷേമത്തിന്റെ പാതയിലൂടെ, പുനർവിതരണത്തിന്റെ പാതയിലൂടെ പോയതിൽ എനിക്ക് ഖേദമില്ല. അതിവിടുത്തെ ആളുകൾക്ക് ഒരു നല്ല ജീവിതം നൽകി. 2021 തിരഞ്ഞെടുപ്പ് LDFന്റെ പ്രതിസന്ധി ഘട്ടത്തിലെ ഭരണത്തെക്കുറിച്ചുള്ള ഒരു ജനഹിത പരിശോധനയായിട്ടാണ് കാണപ്പെട്ടത്. അറിയാമോ?
കോവിഡ് സംസ്ഥാനത്തെ തകർത്ത 2 വലിയ പ്രളയങ്ങൾ. 2026 കാണപ്പെടുന്നത് ആ ഭരണത്തിനും വികസനത്തിനും ശേഷം എന്ത് സംഭവിച്ചു എന്ന നിലയിലായിരിക്കും. 2021 കാണിച്ചതുപോലെയുള്ള അതേ ആത്മവിശ്വാസം വോട്ടർമാർ LDFിൽ കാണിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? കാരണം അത് പ്രതിസന്ധി കൈകാര്യം ചെയ്യലിനെ കുറിച്ചായിരുന്നു. ഇത് അതിനുശേഷം സംഭവിച്ച കാര്യങ്ങളുടെ ഒരു തരം ഉത്തരവാദിത്തത്തെക്കുറിച്ചാണ്. നിങ്ങൾ പറഞ്ഞതിൽ കാര്യമുണ്ട്. പ്രതിസന്ധി കൈകാര്യം ചെയ്യുന്നതിൽ കേരള സർക്കാർ മാതൃകാപരമായി നന്നായി പ്രവർത്തിച്ചു. ആദ്യം നിപ്പയെ നിയന്ത്രിച്ചത്, പിന്നെ പ്രളയം, പിന്നെ ഇതും, പ്രളയവും ഉരുൾപൊട്ടലും, പിന്നെ കോവിഡും വന്നു. ജനങ്ങൾക്ക് പൂർണ്ണമായ പിന്തുണ നൽകുന്ന രീതിയിലാണ് ഇവയോരോന്നിനെയും നേരിട്ടത്. ഉദാഹരണത്തിന് കോവിഡ് എടുക്കാം. അന്താരാഷ്ട്ര തലത്തിൽ ഏറ്റവും കുറഞ്ഞ മരണനിരക്കുള്ള ഒന്നാണ് കേരളത്തിൻ്റേത്. അധിക മരണനിരക്ക് കൂടി കണക്കിലെടുക്കുകയാണെങ്കിൽ ശരി, ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ മരണനിരക്ക് കേരളത്തിനാണ്. കൂടാതെ പാവപ്പെട്ടവരെ പിന്തുണയ്ക്കുന്നതിനായി ഒരുതരം സമ്പൂർണ്ണ പാക്കേജും. നോക്കൂ, ഞങ്ങൾ ഒട്ടും യാഥാസ്ഥിതികരായിരുന്നില്ല. പറയുകയാണെങ്കിൽ GDPയുടെ 5% വരെ കടമെടുക്കാൻ ഇന്ത്യ ഗവൺമെന്റ് എല്ലാ സംസ്ഥാനങ്ങളെയും അനുവദിച്ചു. സാധാരണയായി GDPയുടെ 3% മാത്രമേ അനുവദിക്കാറുള്ളൂ. എല്ലാ സംസ്ഥാനങ്ങളും കൂടുതൽ കടം വാങ്ങി. പക്ഷേ പിന്നീട് അവരെല്ലാം ചെലവഴിക്കാൻ മടിച്ചു. കാരണം അപ്പോഴേക്കും യാഥാസ്ഥിതികമായ സാമ്പത്തിക തത്വങ്ങൾ പ്രകാരം കടം വാങ്ങിയ പണം റവന്യൂ ചെലവുകൾക്കായി ഉപയോഗിക്കാൻ കഴിയില്ല. അത് ആസ്തികളുണ്ടാക്കാൻ മാത്രമേ ചെലവഴിക്കാൻ കഴിയൂ. അതുകൊണ്ട് ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുടെ കൈവശം കോവിഡിന്റെ സമയത്ത് 3 ലക്ഷം കോടി രൂപ, അതായത് ഫണ്ടുകൾ, ചെലവഴിക്കാതെ കിടന്നിരുന്നു എന്ന് നിങ്ങൾക്കറിയാമോ? അതും അവരുടെ ട്രഷറികളിൽ കടം വാങ്ങിയ പണം. 7-8% കടം വാങ്ങിയ പണം, 7% നിക്ഷേപം. ഇന്ത്യ ഗവൺമെന്റ് സെക്യൂരിറ്റികളിൽ 3% നിക്ഷേപിക്കപ്പെട്ടു. അതൊരു പ്രഹസനമാണ്, ഒരു അസംബന്ധമായ അവസ്ഥ. എപ്പോഴും വെയ്സ് ആൻഡ് മീൻസ് മൈനസിലായിരുന്ന സംസ്ഥാനങ്ങളിൽ ഒന്ന് മാത്രമാണ് കേരളം. ഞാൻ എൻ്റെ സെക്രട്ടറിയോട് പറഞ്ഞു, എൻ്റെ ട്രഷറിയിൽ ഒരു ദിവസം പോലും പോസിറ്റീവ് ബാലൻസ് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതിനെ വെക്കൂ. നമ്മൾ ഡ്രാഫ്റ്റിലാണെങ്കിലും എനിക്ക് പ്രശ്നമില്ല. പണം ചെലവഴിക്കൂ, ജനങ്ങളെ പിന്തുണയ്ക്കൂ. അതിനാൽ ഇത് ഒരു വളരെ വ്യത്യസ്തമായ അനുഭവമാണ്. ജനങ്ങൾ പിന്തുണച്ചു. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. വളരെ മതിപ്പുളവാക്കി. ഇപ്പോൾ അങ്ങനെയൊരു അടിയന്തരാവസ്ഥ നിലവിലില്ല. വയനാട്ടിലെ ഉരുൾപൊട്ടലൊഴികെ. നമ്മൾ ചെയ്യേണ്ടത്, സത്യത്തിൽ ഞാൻ പറഞ്ഞു, നിങ്ങൾ പോയി കാണണം. എങ്ങനെ എന്താണ് പുനരധിവാസം? ശരി, ഒരു പുതിയ ടൗൺഷിപ്പ് തന്നെ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ദുരിതബാധിതരായ മുഴുവൻ ജനങ്ങൾക്കും പുനരധിവാസം നൽകും. എല്ലാ സാമൂഹിക സൗകര്യങ്ങളോടും കൂടിയ ടൗൺഷിപ്പ്, വെറും കുടിലുകളല്ല. മെച്ചപ്പെട്ട രീതിയിൽ പുനർനിർമ്മിക്കുന്ന വീടുകൾ. അതൊന്ന് നേരിൽ കാണൂ. ശരി, അപ്പോൾ അത് പൊതുവെ ഇപ്പോഴില്ല. പക്ഷേ അടിസ്ഥാന സൗകര്യങ്ങൾ നിർമ്മിക്കുന്നതിനൊപ്പം സാമൂഹിക ക്ഷേമം മെച്ചപ്പെടുത്തുന്ന ഈ തന്ത്രം, അതിപ്പോൾ വളരെ പ്രകടമാണ്. കണ്ടില്ലേ? അഞ്ച് വർഷം മുൻപ് അടിസ്ഥാന സൗകര്യ വികസനം തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ദേശീയപാത തുടങ്ങുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പുതിയ തറക്കല്ലുകൾ ഇടുകയായിരുന്നു. ഇതൊക്കെ വരാൻ പോകുന്നു എന്ന് നിങ്ങൾ പറയുന്നു. ഇപ്പോഴിതാ ഇതെല്ലാം യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു അതുതന്നെയാണ് ഇന്നത്തെ ഇടതുപക്ഷത്തിന്റെ ഏറ്റവും വലിയ മുതൽക്കൂട്ട്. പക്ഷെ തീർച്ചയായും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അതിന് ചില നേട്ടങ്ങൾ ഉണ്ടാകേണ്ടതായിരുന്നു. അതൊരു വളരെ വളരെ കുഴപ്പം പിടിച്ച ചോദ്യമാണ്. ഇത്രയൊക്കെ ഉണ്ടായിട്ടും ഞങ്ങൾ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ തോറ്റു. ഞാൻ എത്തിച്ചേരുന്ന നിഗമനം, നമ്മൾ പ്രചരണ യുദ്ധത്തിൽ തോറ്റു എന്നതാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മാധ്യമ ബോധമുള്ള സംസ്ഥാനമാണ് കേരളം. ഞങ്ങളുടെ മാധ്യമ സ്വാധീനം അച്ചടി മാധ്യമങ്ങളുടേത് ദേശീയ ശരാശരിയുടെ 5 ഇരട്ടിയായിരിക്കും. ശരി, ഈ ചെറിയ സംസ്ഥാനത്ത് 12 വാർത്താ ചാനലുകൾ, കൂടാതെ ഇന്റർനെറ്റ്, മൊബൈൽ വ്യാപ്തി ഏറ്റവും ഉയർന്നതാണ്. ഇപ്പോൾ കേരളത്തിൽ എന്തോ ഒരു മാറ്റം സംഭവിച്ചിരിക്കുന്നു. നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടെങ്കിലും
ഇതിന്റെ പ്രാധാന്യം നമുക്ക് അത്രയധികം മനസ്സിലായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. രാവും പകലും നടന്നുകൊണ്ടിരിക്കുന്ന സർക്കാർ വിരുദ്ധ പ്രചരണം സങ്കല്പിക്കാനാവാത്തതാണ്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾക്കിപ്പോൾ സേവിക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ പ്രകടന പത്രിക പുറത്തിറക്കാൻ പോകുന്നു. ഈ പ്രകടന പത്രിക ഓരോ വീട്ടിലും എത്തിക്കാൻ സ്കൂളുകൾ തയ്യാറാക്കൽ തുടങ്ങിയ ഒരുപാട് സംഘടനാ പ്രവർത്തനങ്ങൾ ആവശ്യമായി വരും. കഴിഞ്ഞ 5 വർഷമായി UDAക്ക് യാതൊരു ചിലവുമില്ലാതെ ഇടതുപക്ഷ വിരുദ്ധ പ്രകടന ലഘുലേഖ സൗജന്യമായി വിതരണം ചെയ്യപ്പെടുന്നു. അതും ഏറ്റവും പ്രൊഫഷണലായ രീതിയിൽ. എനിക്ക് അതിൽ അസൂയ തോന്നുന്നു. കേരളത്തിലെ ഓരോ വീട്ടിലേക്കും പ്രൊഫഷണലായ രീതിയിൽ. ഈ പ്രചരണത്തിന്റെ സ്വാധീനം ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒന്നായിരുന്നു. അതുകൊണ്ട് ഇത് വികസനം സംവാദത്തിന്റെ പ്രധാന അജണ്ടയായി നമ്മൾക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. രണ്ടാമത്തേത് ഉദാഹരണത്തിന് SIR ആയിരുന്നു. അത് വ്യാഖ്യാനിക്കപ്പെട്ടത് കേരള സർക്കാർ ന്യൂനപക്ഷ സമുദായങ്ങൾക്ക്, പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിനു വേണ്ടി ഏറ്റെടുക്കുന്ന ഒന്നായിട്ടാണ്. ഇതൊക്കെ പിന്നീട് മാത്രം ഉയർന്നുവന്ന ചില കാര്യങ്ങളാണ്. ഒരു തരത്തിൽ ന്യൂനപക്ഷ സമുദായങ്ങളിൽ ഒരു ഭയപ്പാട് വന്നിട്ടുണ്ട്. എത്രത്തോളമെന്നാൽ ദേശീയ തലത്തിൽ സംഭാവന നൽകാൻ കഴിയുന്ന രാഷ്ട്രീയ പാർട്ടികളെയാണ് അവർ ഉറ്റുനോക്കുന്നത്. നിങ്ങൾക്കറിയാമോ? അതുകൊണ്ട് ഞങ്ങൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വളരെ മോശമായി പരാജയപ്പെട്ടു. ഒരു മാറ്റമുണ്ടായി. നോക്കൂ, കേരളത്തിൽ ന്യൂനപക്ഷങ്ങളിൽ 30% പേർ മാത്രമാണ് ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കുന്നത്. 1959 കുപ്രസിദ്ധമായ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രക്ഷോഭത്തിന് മുമ്പ് ഇത് വ്യത്യസ്തമായിരുന്നു. ആ സംഭവം ഒരുതരം വലിയ മാനസികമായ വിള്ളലായിരുന്നു. തെക്കൻ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാരെ എടുത്താൽ, തെക്കൻ കേരളത്തിലെ പാർട്ടിയുടെ ആദ്യത്തെ സെക്രട്ടറി ഒരു ക്രിസ്ത്യാനിയായിരുന്നു. രണ്ടാമത്തെ സെക്രട്ടറിയും ഒരു ക്രിസ്ത്യാനിയായിരുന്നു. പ്രധാന നേതാക്കൾ ക്രിസ്ത്യാനികളായിരുന്നു. അതായത് എല്ലാ സമുദായങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ പള്ളി വളരെ വലിയ രീതിയിൽ ഉൾപ്പെട്ട ഈ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ സമരത്തിന് ശേഷം ക്രിസ്ത്യാനികളിൽ നിന്നുള്ള റിക്രൂട്ട്മെന്റ് 1980കളിൽ 1980കളുടെ അവസാനത്തിൽ എൻ്റെ തലമുറയോടെ 1980കളിൽ പുനരാരംഭിച്ചു. അതുകൊണ്ട് ഞങ്ങൾക്ക് 1/3 30% പിന്തുണ മാത്രമേയുള്ളൂ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത് ഏകദേശം 25% കുറഞ്ഞു. അപ്പോൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഒരു മെച്ചപ്പെടലുണ്ടായി. പക്ഷേ ഞങ്ങൾ മുൻപ് നേടിയ സ്ഥാനം നിലനിർത്താൻ അത് പര്യാപ്തമായിരുന്നില്ല. അതുകൊണ്ട് ഈ ഒരു പരിമിതി വെച്ചുകൊണ്ടാണ് ഞങ്ങൾ പ്രവർത്തനത്തിലേക്ക് കടക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ 2 കാര്യങ്ങൾ ചെയ്തു. ഒന്ന്, സോഷ്യൽ മീഡിയയിൽ ഒരു വലിയ ഇടപെടൽ, അതോടൊപ്പം വ്യക്തിപരമായ ആശയവിനിമയ സംവിധാനം, സ്ക്വാഡുകൾ തുടങ്ങിയവ പുനരുജ്ജീവിപ്പിക്കാനും ശ്രമിക്കുന്നു. രണ്ടാമതായി, ഈ ഔട്ട്റീച്ച് പ്രോഗ്രാം നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത് ദൃശ്യമായ ഒരു സ്വാധീനം ചെലുത്തുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു. പിന്നെ ഞങ്ങൾക്ക് ഒരു മുൻതൂക്കമുണ്ട്. 140 തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളിൽ ഏകദേശം 100 പേർ ഇടതുപക്ഷത്തിനൊപ്പമാണ്. അവരിൽ മിക്കവാറും എല്ലാവരും വീണ്ടും മത്സരിക്കുന്നുണ്ട്. അതുകൊണ്ട് അവരുടെ മുഖം പരിചിതമാണ്. ഓരോ മണ്ഡലത്തിലെയും പ്രധാനപ്പെട്ട നേട്ടങ്ങളുമായി അവർ ബന്ധപ്പെട്ടിരിക്കുന്നു. അത് ഞങ്ങൾക്ക് വലിയൊരു മുൻതൂക്കം നൽകുന്നു. ഞാൻ കരുതുന്നു, അതെ, 21 സംഭവിച്ചത് ഞങ്ങൾ ആവർത്തിക്കും. അതെ, മറ്റൊരു വിഷയത്തിലേക്ക് കടക്കാം. ഈ മിഡിൽ ഈസ്റ്റിലെ യുദ്ധം. അവിടെ ഒരുപാട് കേരളീയരുണ്ട്. അവർ തിരിച്ചു വരുന്നു, പണം അയക്കുന്നു, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്നു. ഇപ്പോൾ LPGക്ക് പോലും ക്ഷാമമുണ്ട്. നിങ്ങൾ എങ്ങനെയാണ് ഇത് നിങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ എങ്ങനെ ബാധിക്കുന്നു? മിഡിൽ ഈസ്റ്റിലെ യുദ്ധം തിരഞ്ഞെടുപ്പിനെ എങ്ങനെ ബാധിക്കും? അപ്പോൾ ഒന്നാമതായി, ഗൾഫിൽ നിന്നുള്ള പണമയക്കൽ നമ്മുടെ GSTPക്ക് തുല്യമായതിൻ്റെ 1/3 വരും. അതുകൊണ്ട് പണമയക്കുന്നതിലെ അനിശ്ചിതത്വം അത് യാഥാർത്ഥ്യമാകണമെന്നില്ല. പക്ഷേ ആ അനിശ്ചിതത്വം ഉപഭോഗം കുറയ്ക്കുകയും വളർച്ചയെ മന്ദഗതിയിലാക്കുകയും ചെയ്യുന്നു. അതാണ് സാമ്പത്തിക ആഘാതം. നമുക്ക് മുൻപ് കുവൈറ്റ് പ്രതിസന്ധിയുടെ അനുഭവമുണ്ടായിരുന്നു. അത് കേരള സമ്പദ്വ്യവസ്ഥയ്ക്ക് ഒരു വലിയ തിരിച്ചടിയായിരുന്നു. രാഷ്ട്രീയത്തിൽ മുൻപ് ഇത്തരത്തിലുള്ള പ്രതിസന്ധി ഒരു നല്ല സ്വാധീനം ചെലുത്തിയിരുന്നു.
നോക്കൂ, കേരളത്തിലെ ഇടതുപക്ഷം തൂത്തുവാരി. 1991 തിരഞ്ഞെടുപ്പ്, 1990 തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് എല്ലാ ജില്ലയിലും വിജയിച്ചു. കാരണം ഇടതുപക്ഷം സദ്ദാം ഹുസൈനെ പിന്തുണച്ചു. ലളിതമായ കാരണം, സാമ്രാജ്യത്വ വിരുദ്ധതയുടെ ഒരു വലിയ പാരമ്പര്യമുണ്ട്. കൂടാതെ US വിരുദ്ധമായ എന്തിനും പിന്തുണ ലഭിക്കും. എന്നാൽ അത്തരമൊരു മനോഭാവം ഈയിടെയായി കേരളത്തിലും മാറിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ ആദ്യമായി തീവ്ര വലതുപക്ഷത്തിന്റെ ആവിർഭാവം നമ്മൾ കണ്ടു. അത് കേരളത്തിന്റെ ഭൂമികയിൽ ഇല്ലാതിരുന്ന ഒന്നായിരുന്നു. അത് ഉയർന്നു വന്നിട്ടുണ്ട്. അതിപ്പോഴും ഒരു ചെറിയ ന്യൂനപക്ഷമാണ്. ഒരുപക്ഷെ വോട്ടർമാരുടെ 15-60%, 15%. പക്ഷേ അത് ഉയർന്നു വന്നിട്ടുണ്ട്. രണ്ടാമതായി, ക്രിസ്ത്യൻ സമൂഹത്തിലെ ചില വിഭാഗങ്ങളിലും ഒരുതരം ഫോബിയ പിടിമുറുക്കുന്നുണ്ട്. അതുകൊണ്ട് ഗൾഫിലെ ഈ രാഷ്ട്രീയ പ്രതിസന്ധി ലോകത്തിലെ മുൻകാല സാമ്രാജ്യത്വ വിരുദ്ധ മുന്നേറ്റങ്ങൾ കേരളത്തിലുണ്ടാക്കിയിരുന്നത് പോലെയുള്ള ഒരു രാഷ്ട്രീയ പ്രത്യാഘാതത്തിന് കാരണമാകേണ്ടതുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ. എന്നാൽ ഇടതുപക്ഷം വളരെ സ്ഥിരമായി സാമ്രാജ്യത്വ വിരുദ്ധ നിലപാട് സ്വീകരിച്ച ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അതുകൊണ്ട് ഈ യുദ്ധത്തിൽ ഞങ്ങൾ ഇസ്രായേലിനും പിന്നെ US-നുമെതിരാണ്. അത് ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗവുമാണ്. അതിനൊരു നല്ല സ്വാധീനമുണ്ടാകും. പക്ഷെ മുൻകാലങ്ങളിൽ അത്തരം നിലപാടുകൾക്കുണ്ടായിരുന്ന അത്രയും സ്വാധീനമുണ്ടാകില്ല. അത് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അതിനാൽ ഒരു വശത്ത് ഉയർന്നുവന്ന ഒരു സാമ്പത്തിക അനിശ്ചിതത്വമുണ്ട്. രണ്ടാമതായി, അതിൻ്റെ പ്രത്യാഘാതം, രാഷ്ട്രീയ പ്രത്യാഘാതം ഇടതുപക്ഷ രൂപീകരണങ്ങൾക്ക് കൂടുതൽ അനുകൂലമായിരിക്കും. പക്ഷേ മുൻകാലങ്ങളിലുണ്ടായിരുന്ന അത്രയും അളവിൽ ആയിരിക്കില്ല. അതുകൊണ്ട് ജനങ്ങൾ നേരിട്ട് അനുഭവിക്കുന്ന LPG പ്രതിസന്ധി, ഇന്നലെ ഹോട്ടലിൽ പോലും അവർ പാചകത്തിനായി സാധാരണ ഗ്യാസ് അല്ല, ഇൻഡക്ഷനാണ് ഉപയോഗിക്കുന്നതെന്ന് പറയുന്നുണ്ടായിരുന്നു. അതിനെ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പരാജയമായി ജനങ്ങൾ കാണുന്ന ഒന്നാക്കി മാറ്റിയെടുക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? കാരണം നിങ്ങൾ പറയുന്നത് BJP ഒരു ശക്തിയായി വളർന്നു വരികയാണെന്നാണ്. പുതിയ തലമുറയിലെ വോട്ടർമാരും യുവജനങ്ങളും അവരൊരുപക്ഷെ കൂടുതൽ താതാത്മ്യം പ്രാപിക്കുന്നത് അഭിലാഷങ്ങളുള്ള ഇന്ത്യ എന്ന കാഴ്ചപ്പാടിനോടാണ്. അത് BJPയുമായി ചേർന്നു പോകുന്ന ഒന്നാണ്. ചില കേന്ദ്രങ്ങളിൽ നിന്നുള്ള പ്രചാരണം പറയുന്നത് ഇത് സംസ്ഥാന സർക്കാരിന്റെ പരാജയമാണെന്നാണ്. ഗ്യാസിന്റെ അഭാവം, അത് വിതരണം ചെയ്യുന്നതിലെ പരാജയം, അങ്ങനെ. അതൊരു കുത്സിത പ്രചരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അവർ കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുന്ന ഒരു ആഖ്യാനം. അതുകൊണ്ട് ഞങ്ങൾ മോദിയുടെ പരാജയം തുറന്നു കാട്ടിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് അദ്ദേഹം യുദ്ധത്തിൽ ഒരു കൂട്ടാളിയായത്? തികച്ചും അനാവശ്യമായി. ഒരു ആക്രമണത്തിന്റെ തലേന്ന് ഇന്ത്യൻ രാഷ്ട്രത്തലവന് ഇസ്രായേൽ സന്ദർശിക്കാൻ ഏറ്റവും തെറ്റായി തിരഞ്ഞെടുത്ത ഒരു നിമിഷമായിരുന്നു അത്. കണ്ടില്ലേ? യാതൊരു കാരണവുമില്ലാതെ നടക്കാൻ പോകുന്ന ഒരു കുറ്റകൃത്യത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക എന്നതല്ലാതെ അദ്ദേഹത്തിന് മറ്റൊരു അജണ്ടയും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ BJP പ്രതിരോധത്തിലാണ്. അതായത് BJPക്ക് ഒരു മുന്നേറ്റമുണ്ടാക്കാൻ കഴിയില്ല. അവർ ജയിക്കുന്നതിലേക്കും ജയിക്കുന്നതിൻ്റെ അടുത്തേക്കും 1 സീറ്റ്, 2 സീറ്റുകൾ എന്നിങ്ങനെ എത്തിയിട്ടുണ്ട്. പക്ഷേ ഇത്തവണ കേരളത്തിൽ അവരുടെ വോട്ട് വിഹിതം എന്തായാലും കൂടുമെന്ന് ഞാൻ കരുതുന്നില്ല. അത് 16% നിന്നും ഇനിയും കുറയും. ഒരു കാരണം പിടിപ്പുകേടാണ്. മിഡിൽ ഈസ്റ്റ് പ്രതിസന്ധിയിലെ സമ്പൂർണമായ പിടിപ്പുകേട്. ഇന്ത്യ എങ്ങനെയാണ് പൂർണ്ണമായും പാർശ്വവൽക്കരിക്കപ്പെട്ടത്? നോക്കൂ, നമ്മൾ ശ്രീലങ്കയുടെ അടുത്താണ്. ശ്രീലങ്ക എടുക്കുന്ന നിലപാട് നോക്കൂ. അവർ എങ്ങനെയാണ് കീഴടങ്ങാൻ വിസമ്മതിക്കുന്നത്? അവർ വളരെ സങ്കീർണമായ ഒരു സാമ്പത്തിക സാഹചര്യത്തിലായിരിക്കുമ്പോൾ. മനസ്സിലായോ? ഒരുതരം മൂലധന കൊഴിഞ്ഞുപോക്ക് ആ ദ്വീപിന്റെ സമ്പദ് വ്യവസ്ഥയെ തളർത്തും. പക്ഷേ ഒരു ലക്ഷ്മണരേഖയുണ്ട്. അതിനപ്പുറം നിങ്ങൾക്ക് നീങ്ങാൻ കഴിയില്ല. അത് അവർ സ്വയം വരച്ചതാണ്. അതെ, ഞങ്ങൾ ഒത്തുപോകാൻ തയ്യാറാണ്. ഞങ്ങൾ ചെയ്യില്ല. എന്നാൽ ഒരു രാഷ്ട്രത്തലവന്റെ കൊലപാതകത്തിൽ അനുശോചനം അറിയിക്കാൻ, അനുശോചനം രേഖപ്പെടുത്താൻ പോലും ഇന്ത്യൻ സർക്കാർ തയ്യാറല്ല. അതുകൊണ്ട് ഇത് കേരളത്തിൽ BJPയെ പ്രതിരോധത്തിലാക്കി. നിങ്ങൾ ഇതൊരു പ്രചാരണമായി ഉപയോഗിക്കുന്നുണ്ടോ? അതെ, കേരളത്തിൽ BJPയുടെ നില മെച്ചപ്പെടാത്തതിന്റെ ഒരു കാരണം ഇതാണെന്ന് ഞാൻ കരുതുന്നു. പക്ഷേ
നിങ്ങൾക്ക് ന്യൂനപക്ഷ വോട്ട് നഷ്ടപ്പെട്ടെന്ന് നിങ്ങൾ ഇതിനകം സമ്മതിച്ചിട്ടുണ്ടല്ലേ? നിങ്ങൾക്ക് ഉയർന്ന ജാതിയിലുള്ള ഹിന്ദു വോട്ടുകളും നഷ്ടപ്പെട്ടു, പ്രധാനമായും BJPക്ക്. നിങ്ങളുടെ പാർട്ടിയുടെ ഒരു പ്രധാന വോട്ട് ബാങ്കായിരുന്ന OBC വോട്ടും നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നുണ്ടോ? പിന്നെ BJP 16% താഴെ പോകുമെന്ന് നിങ്ങൾ പറഞ്ഞു. പക്ഷേ പൊതു തെരഞ്ഞെടുപ്പിൽ അവർ 20% വരെ ഉയർന്നു. അപ്പോൾ BJP അത്ര മോശമായി പ്രകടനം നടത്തുമെന്ന് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇത്ര ഉറപ്പ്? പിന്നെ BJPയിൽ നിന്ന് മാറുന്ന പിന്തുണ കോൺഗ്രസ് നേടുന്നത് നിങ്ങൾ എങ്ങനെ തടയും? ശരി, ആദ്യം ന്യൂനപക്ഷ വോട്ടുകൾ. ഇടതുപക്ഷത്തിന് ന്യൂനപക്ഷങ്ങളിൽ 30% പിന്തുണയുണ്ടായിരുന്നു. ഇപ്പോൾ അത് കുറഞ്ഞിട്ടുണ്ട്. എന്നാലും ഇടതുപക്ഷത്തിന് ന്യൂനപക്ഷ വോട്ടുകളുടെ 25% ഉണ്ടാകും. അത് ഇത്തവണയെങ്കിലും അല്പം മെച്ചപ്പെടുമെന്നാണ് ഞാൻ കരുതുന്നത്. തനിയെയല്ല. പക്ഷേ കേരളത്തിൽ സംഭവിച്ച മറ്റൊരു പുതിയ കാര്യം കേരളത്തിൽ BJPയുടെ വളർച്ച, ജനപിന്തുണ വളരെ വളരെ പതുക്കെയായിരുന്നു എന്നതാണ്. അവരുടെ സംഘടന വളരെ വളരെ ശക്തമാണ്, RSS ശൃംഖല. പക്ഷേ അവർ ഹിന്ദു സമുദായത്തിൽ ഒറ്റപ്പെട്ടിരുന്നു. എന്നാൽ 2019 ശബരിമല പ്രക്ഷോഭത്തോടെ ഇത് മാറി. കൂടാതെ ശബരിമല ആ വർഷം അവരൊരു തെരഞ്ഞെടുപ്പിൽ തോറ്റു. BJP ഏകദേശം 20%-ലെത്തി. തൃശ്ശൂരിൽ മാത്രമാണ് ജയിച്ചതെങ്കിലും അവരുടെ വോട്ട് വിഹിതം വളരെ മാന്യമായ ഒന്നായി മാറി. ഇപ്പോൾ മൊത്തത്തിൽ 20%. അതിനർത്ഥം അവർ കേരളത്തിലെ ഹിന്ദു സമൂഹത്തിന്റെ 40% എത്തുകയായിരുന്നു എന്നാണ്. ഇതൊരു വലിയ മാറ്റമാണ് സംഭവിച്ചിരിക്കുന്നത്. പക്ഷേ അതിനുശേഷം എന്താണ് സംഭവിച്ചത്? അപ്പോൾ ഏത് വിഭാഗങ്ങളിലേക്കാണ് അവർ ഈ വികാസത്തിൽ പ്രവേശിച്ചത്? 2000 ശബരിമല വരെ അവരുടെ വികാസം പ്രധാനമായും ഉയർന്ന ജാതികളിൽ ഒതുങ്ങിയിരുന്നു. പക്ഷേ ശബരിമല ഉപയോഗിച്ച് അവർ ഇടതുപക്ഷ അടിത്തറയിലേക്കും പിന്നാക്ക ജാതികളിലേക്കും ഒരു പരിധിവരെ ദലിതരിലേക്കും വ്യാപിച്ചു. ഇപ്പോൾ തുടർന്നുള്ള വർഷങ്ങളിൽ ഞങ്ങളും ഞങ്ങളുടെ തന്ത്രങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. നോക്കൂ, ഒരു പാർട്ടി അംഗമോ അനുഭാവിയോ ക്ഷേത്ര കമ്മിറ്റികളിലോ ജാതി സംഘടനകളിലോ അങ്ങനെ ഉണ്ടാകരുത് എന്നൊരു നിലപാട് ഞങ്ങൾ എടുത്തിരുന്നു. പക്ഷേ ഞങ്ങൾ ഒഴിഞ്ഞു മാറി. പക്ഷേ ഇത് RSS കൈയടക്കുകയായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ തീരുമാനിച്ചു, ഇല്ല, പാർട്ടി നേതാക്കൾ അവിടെ ഉണ്ടാകാൻ പോകുന്നില്ല. പാർട്ടി അനുഭാവികൾക്ക് അവിടെ ഉണ്ടാകുകയും വേണം. അതുകൊണ്ട് ഈ ഇടങ്ങളിൽ മിക്കതും ഞങ്ങൾ തിരിച്ചു പിടിച്ചിട്ടുണ്ട്. ഇടതുപക്ഷമല്ലാത്ത ഘട്ടങ്ങളിലൂടെയല്ല, മറിച്ച് നമുക്ക് പറയാം മതേതര ഘട്ടങ്ങളിലൂടെയാണ്. കേരളത്തിലെ ഹിന്ദുമതത്തിന്റെ പാരമ്പര്യം കേവലം പുനരുജ്ജീവന സ്വഭാവമുള്ളതല്ല, അത് നവോത്ഥാനമാണ്. മതേതരമായ രീതിയിൽ ഹിന്ദുമതത്തെ മൊത്തത്തിൽ പുനർവ്യാഖ്യാനം ചെയ്യുക. കേരള നവോത്ഥാനത്തിന്റെ ആപ്തവാക്യം, മുദ്രാവാക്യം, നിങ്ങൾ ഏത് മതത്തിൽപ്പെട്ടയാളായാലും കുഴപ്പമില്ല, നിങ്ങളൊരു നല്ല മനുഷ്യനായിരുന്നാൽ മതി എന്നതാണ്. ശ്രീനാരായണ ഗുരു രൂപം കൊടുത്ത മുദ്രാവാക്യമാണത്. മനസ്സിലായോ? അതാണ് കേരളത്തിന്റെ മുഖമുദ്ര. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു, നിങ്ങൾ മതവിശ്വാസിയായിക്കൊള്ളൂ. യുക്തിവാദപരമായ ഒരു നിലപാട് സ്വീകരിക്കാൻ ഞങ്ങൾ വിസമ്മതിക്കും. ഉദ്ധരണി പൂർണ്ണം. അവർ പറയുന്നു, നിങ്ങളുടെ മതത്തെ ബഹുമാനിക്കുക, നിങ്ങളുടെ വിശ്വാസത്തെ ബഹുമാനിക്കുക, പക്ഷേ അത് രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരരുത്. മതത്തെ അടിസ്ഥാനമാക്കിയുള്ള ഭരണകൂടത്തെ ഞങ്ങൾ എതിർക്കുന്നു, എന്നാൽ മതവിശ്വാസത്തെ ഞങ്ങൾ സംരക്ഷിക്കും. ഞങ്ങൾക്ക് ആ സ്വാധീനം തിരികെ ലഭിച്ചപ്പോൾ ഞങ്ങളും ഞങ്ങളുടെ തന്ത്രങ്ങൾ മാറ്റി. അതുകൊണ്ട് അവർ ഇപ്പോൾ പിന്നോക്ക വിഭാഗങ്ങളിലേക്ക് കൂടുതൽ കടന്നുകയറ്റം നടത്തുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. BJPയുടെ തന്ത്രം ജാതി സംഘടനകളെ ഉപയോഗിക്കുക എന്നതാണ്. അതിന് വലിയൊരു ചരിത്രമുണ്ട്. സ്വാതന്ത്ര്യലബ്ധി വരെയുള്ള ആദ്യഘട്ടത്തിലും പിന്നെ പറയാം സ്വാതന്ത്ര്യാനന്തരമുള്ള ആദ്യ ദശകങ്ങളിലും കേരളത്തിലെ ഓരോ കമ്മ്യൂണിസ്റ്റുകാരനും എല്ലാ ജാതി സംഘടനകളിലും പ്രവർത്തിച്ചിരുന്നു. കാരണം സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനത്തിൽ കമ്മ്യൂണിസ്റ്റുകാരോട് വളരെ സജീവമായിരിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു കേട്ടോ. എന്നാൽ അവർ ജാതിപരമായ ബന്ധങ്ങൾക്കതീതമായി വർഗസംഘടനകളും കെട്ടിപ്പടുത്തു. പിന്നീട് സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ ഞങ്ങൾ ജാതി മതപരമായ കാര്യങ്ങൾ തുടങ്ങിയവയിൽ നിന്ന് പിൻവാങ്ങി. അതുകൊണ്ട് ഇപ്പോൾ BJP ഈ ജാതി സംഘടനകളെയെല്ലാം പിടിച്ചെടുക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ ഒരു നിലപാടെടുക്കുകയാണ്. നിങ്ങൾ ഒരു രാഷ്ട്രീയ നിലപാടെടുക്കാത്തിടത്തോളം കാലം ഞങ്ങൾ ഏത് ജാതി നേതാവിനെയും പിന്തുണയ്ക്കും. എന്നാൽ പരസ്യമായി മുസ്ലിം വിരുദ്ധനായിട്ടുള്ള, മുസ്ലിം വിരുദ്ധ പ്രസ്താവനകൾ നടത്തിയിട്ടുള്ള ഈഴവരുടെ ജാതി നേതാവിനെ പോലുള്ള ഒരാളെ നിങ്ങൾ പിന്തുണയ്ക്കുമ്പോൾ പിന്നെന്തിന് ന്യൂനപക്ഷങ്ങൾ നിങ്ങളെ വിശ്വസിക്കണം?
അവരിൽ ചിലർ, നോക്കൂ, നിങ്ങൾ പ്രത്യേകമായി ചോദിക്കുന്നത് അതെ, ഈഴവ സമുദായ സംഘടന. ഇത് RSS പിടിച്ചെടുക്കാൻ നോക്കുന്ന ഒരു പ്രധാന ലക്ഷ്യമാണ്. കേരളത്തിൽ നിങ്ങൾ ഹിൻഡോ CSTS സർവേകൾ വെച്ച് ജാതിയുടെ കാര്യമെടുക്കുകയാണെങ്കിൽ 65% ദളിതരും ഇടതുപക്ഷത്തെയാണ് പിന്തുണയ്ക്കുന്നത്. പിന്നോക്ക സമുദായങ്ങളിലെ, പ്രത്യേകിച്ച് ഈ സമുദായത്തിലെ 50 മുതൽ 53% വരെ ആളുകൾ ഇടതുപക്ഷത്തെയാണ് പിന്തുണയ്ക്കുന്നത്. നിങ്ങൾ ജാതി ശ്രേണിയിൽ മുകളിലേക്ക് പോകുന്തോറും നിങ്ങളുടെ പിന്തുണ കുറഞ്ഞുവരുന്നു. ഇപ്പോൾ അവർക്കിത് പിടിച്ചെടുക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു. അതിനാൽ സമുദായത്തിൽ വലിയൊരു വഴക്ക് നടക്കുന്നുണ്ട്. ഈ പ്രത്യേക നേതാവിന്റെ മകൻ RSSന്റെ ഒരു രാഷ്ട്രീയ അനുയായിയായി മാറിയിരിക്കുന്നു. ഇപ്പോൾ അച്ഛൻ, അദ്ദേഹം മുമ്പ് ജാതി സംഘടനയുടെ നേതാവായിരുന്നു. അതിനാൽ ജാതി സംഘടനയെ RSSുമായി ചേർത്ത് നിർത്താൻ അദ്ദേഹം വിസമ്മതിച്ചു. അതുകൊണ്ട് സമുദായത്തിൽ തന്നെ ഒരു ഭിന്നതയുണ്ട്. ഒരു വിഭാഗം അദ്ദേഹത്തിന്റെ സ്വന്തം മകന്റെ നേതൃത്വത്തിൽ RSSുമായി പരസ്യമായി യോജിക്കാൻ ആഗ്രഹിക്കുന്നു. അതേസമയം ഔദ്യോഗികമായി ജാതി സംഘടന അത് ചെയ്യുന്നില്ല. ഇപ്പോൾ നമ്മൾ ഇത് തിരിച്ചറിയാൻ ആഗ്രഹിക്കുന്നു. ഈ വ്യത്യാസം വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ മുഴുവൻ ജാതി സംഘടനയുടെ മേലും RSSന്റെ കുറ്റം ചാർത്തുന്നില്ല. അതിനാൽ ഇത്തരത്തിലുള്ള വർഗീയ പ്രസ്താവനകളിൽ നിന്ന് ഞങ്ങൾ അകലം പാലിക്കുന്നു. എന്നാൽ അതേസമയം ഞങ്ങൾ സംഭാഷണം തുടരും. കാരണം വളരെ പ്രധാനപ്പെട്ടതാണ്. നോക്കൂ, എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയാമോ? RSSന് മുന്നേറ്റമുണ്ടാക്കാൻ കഴിയാത്തതിന്റെ ഒരു കാരണം നായർ സർവീസ് സൊസൈറ്റി പോലുള്ള ഉയർന്ന ജാതി സംഘടനകൾ പോലും RSSന്റെ വഴിക്ക് വരാൻ വിസമ്മതിക്കുന്നു എന്നതാണ്. ഏറ്റവും ഒടുവിൽ പോലും ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി ആ ജാതി സംഘടനയുടെ സ്ഥാപകന് ആദരാഞ്ജലി അർപ്പിക്കാൻ ആഗ്രഹിച്ചപ്പോൾ അവർ വിസമ്മതിച്ചു. അതിന്റെ തെരഞ്ഞെടുപ്പ് സമയം. ഈ അടുപ്പം മുസ്ലിം സമുദായത്തെ അന്യവൽക്കരിക്കുന്നു, അല്ലേ? ഈഴവ സമുദായത്തിന്റെ നേതാവുമായുള്ള മുഖ്യമന്ത്രിയുടെ അടുപ്പം. നോക്കൂ, ഇതൊക്കെ മര്യാദകളാണ്. നിങ്ങളൊരു കാറിൽ യാത്ര ചെയ്യുകയാണ്. എല്ലാ ട്രാഫിക്കും നിർത്തിയിട്ടിരിക്കുന്നതിനാൽ 85 വയസ്സിന് മുകളിലുള്ള ഈ വൃദ്ധൻ നടക്കുകയാണ്. നിങ്ങൾ വെറുതെ ഓടിച്ചുപോയാൽ മതിയെന്നാണോ കരുതുന്നത്? അപ്പോൾ നിങ്ങൾ ആവശ്യപ്പെടുന്നത് കണ്ടോ, ഇത്തരത്തിലുള്ള ഒരു ധാരണാപരമായ യുദ്ധമാണ് ഇവിടെ നടക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ അതിനെ വ്യാഖ്യാനിക്കുന്നു, അദ്ദേഹത്തെ കാണുന്നു, അദ്ദേഹത്തെ കൂട്ടി വേദിയിലേക്ക് കൊണ്ടുവരുന്നു. ഇല്ല, ഇത് ഇവിടുത്തെ ഏതൊരു മുതിർന്ന പൗരനോടും കാണിക്കേണ്ട ഒരു സാധാരണ മര്യാദയാണ്. അപ്പോൾ CPMഉം മറ്റുള്ളവരും തമ്മിലുള്ള ഒരു വലിയ വ്യത്യാസം രാമസ്വാമി പറഞ്ഞതായി ഞാൻ ഓർക്കുന്നു. ഏത് തെരഞ്ഞെടുപ്പും ഒരു പോക്കറ്റടിക്കാരനും കള്ളനും ഇടയിൽ വോട്ട് ചെയ്യുന്നത് പോലെയാണ്. എല്ലാവരും അഴിമതിക്കാരാണ്. എന്നാൽ CPM പൊതുവെ അഴിമതിക്കാരല്ലെന്ന് കരുതപ്പെടുന്നു. എങ്കിലും നിങ്ങൾ ശബരിമലയുടെ വിഷയം ഉന്നയിക്കുന്നു. ശബരിമലയിൽ അത് പ്രചരിക്കുന്നുമുണ്ട്. അവിടെ നിന്ന് സ്വർണം മോഷ്ടിക്കപ്പെടുകയും പകരം പിച്ചള വെക്കുകയും ചെയ്തു എന്നും രണ്ട് CPM നേതാക്കൾ ബോർഡിന്റെ തലപ്പത്തുണ്ടായിരുന്നു എന്നും. അത് നിങ്ങളെ എങ്ങനെയാണ് ബാധിക്കാൻ പോകുന്നത്? ബാക്കിയുള്ളവരെ പോലെ നിങ്ങളെയും അഴിമതിക്കാരനായി കാണുമോ? അതുപോലെ അത് തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമോ? ഒന്ന്, ഇന്ത്യയിൽ ഏറ്റവും കുറവ് അഴിമതിയുള്ള സമൂഹമാണ് കേരളം. വിവിധ സർവേകൾ, അഴിമതി സർവേകൾക്ക് സുതാര്യതാ സർവേ ഉണ്ട്. 2, കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ പ്രതിപക്ഷം ഒരു സമയത്തും അതിൽ പോലും കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ പ്രതിപക്ഷം ഒരു തവണ പോലും നിയമസഭയിൽ ഔദ്യോഗികമായി അഴിമതി ആരോപണം ഉന്നയിച്ചിട്ടില്ല. ഇപ്പോൾ ഗവൺമെന്റിന്റെ അവസാന കാലഘട്ടത്തിൽ ശബരിമലയിൽ ഒരു വിവാദം പൊട്ടിപ്പുറപ്പെടുന്നു. സ്വർണം പൂശിയ പാവകളും മറ്റ് രൂപങ്ങൾ എടുത്തുകൊണ്ടുപോയി. എന്നിട്ട് ആ സ്വർണം മോഷ്ടിക്കപ്പെട്ടു. അതുകൊണ്ട് പോലീസിന്റെ കേസ് എന്തെന്നാൽ CPM നോമിനിയായ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഈ പാളികൾ ചെന്നൈയിലേക്കും മറ്റും കൊണ്ടുപോകുന്നതിനായി നീക്കം ചെയ്യാൻ സമ്മതിച്ചു എന്നതാണ്. അതുകൊണ്ട് അദ്ദേഹവും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയാണ് ആ വിവാദം പുറത്തു വന്നത്. കേരള സർക്കാർ കോടതിയോട് പറഞ്ഞു, നിങ്ങൾ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തിലൂടെ അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കണം. ഞങ്ങൾ ഇടപെടാൻ ആഗ്രഹിക്കുന്നില്ല. കുറ്റക്കാർ ആരായാലും ശിക്ഷിക്കപ്പെടണം. അതിനാൽ ഹൈക്കോടതിയുടെ കീഴിൽ അന്വേഷണം നടക്കുന്നു. കൂടാതെ ദേവസ്വം ബോർഡിന് ജനങ്ങൾക്കിടയിൽ പൂർണ്ണമായും ഒരുതരം
വിശ്വാസ്യതയുണ്ടാകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് രാഷ്ട്രീയമായി നിയമിക്കപ്പെട്ട ആരെയും ചെയർമാൻ സ്ഥാനത്തു നിന്നും നീക്കം ചെയ്തില്ല. കൂടാതെ മാതൃകാപരമായ ട്രാക്ക് റെക്കോർഡും ജനങ്ങളിൽ വിശ്വാസ്യതയുമുള്ള വിരമിച്ച ഒരു മുതിർന്ന ബ്യൂറോക്രാറ്റിനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി നിയമിച്ചു. പക്ഷെ പിന്നീട് സംഭവങ്ങൾ അരങ്ങേറി. പുരോഹിതന്മാർ ഉൾപ്പെടെ ഒരുപാട് പേർ ഈ അഴിമതിയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് വളരെ വ്യക്തമായി. കൂടാതെ ഈ പുരോഹിതന്മാരെ പിന്തുണയ്ക്കുന്നത് BJP-യാണ്. രണ്ടാമതായി, ഈ അഴിമതി ഇപ്പോഴത്തെ സർക്കാരിൻ്റെയോ ഇതിനു മുൻപത്തെ LDF സർക്കാരിൻ്റെയോ കാലത്തല്ല ആരംഭിച്ചത്. UDF-ന്റെ കാലത്താണ് തുടങ്ങിയത്. കാര്യങ്ങൾ അവ്യക്തമായിരുന്നു, പലതും നടന്നുകൊണ്ടിരുന്നു. അതുകൊണ്ട് അതിൻ്റെ വ്യാപ്തി വളരെ വലുതാണ്. അതുകൊണ്ട് അന്വേഷണം നടക്കട്ടെ. കൂടാതെ ആരാണോ കുറ്റവാളി ആർക്കും ഇതിൽ നിന്ന് രക്ഷപ്പെടാനാവില്ല. ശബരിമലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള കെടുകാര്യസ്ഥതയിൽ നിന്ന്. അപ്പോൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ എന്തുകൊണ്ട് മികച്ച പ്രകടനം കാഴ്ചവെച്ചില്ല എന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചതിൻ്റെ ഒരു കാരണം ഇതാണെന്ന് ഞാൻ കരുതുന്നു. ഒരു കാരണം ഇതായിരുന്നു, കണ്ടോ, ശബരിമലയുടെ ആ ഒരു മുന ഒടിഞ്ഞുപോയി എന്ന് ഞാൻ കരുതുന്നു. ജനങ്ങൾ ഇതിനെക്കുറിച്ച് വ്യാകുലരായിരുന്നുവെങ്കിലും ഇടതുപക്ഷം ഒതുക്കപ്പെട്ടിട്ടില്ല. അത് ഇതിലും വളരെ വിശാലമാണ്. ഞങ്ങൾ പറയുന്നത് കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടക്കട്ടെ, ആരാണോ കുറ്റക്കാർ അവർക്കെതിരെ നടപടിയെടുക്കട്ടെ എന്നാണ്. ശരി, ഈ പ്രചാരണം പറയുന്നത് മത്താർ 1 LTF അല്ലാതെ എന്നാണ്. പക്ഷേ ജനങ്ങളുടെ മനസ്സിൽ അത് CPM-നൊപ്പം മത്താർ 1 പിണറായി വിജയൻ അല്ലാതെ എന്നാണെന്ന് തോന്നുന്നു. അത് നിങ്ങളെ ദോഷകരമായി ബാധിക്കുന്ന ഒന്നാണോ? അതായത് ഇതുമായി ബന്ധപ്പെട്ട് നീണ്ടു നിൽക്കുന്ന ചില സംശയങ്ങൾ ഉണ്ടാവാം. ഞാനത് നിഷേധിക്കുന്നില്ല. ഇതൊരു തരം പ്രചരണമാണ്. അവർ അതിനെ പുനരുജ്ജീവിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ക്ഷേത്രത്തിലെ പരമ്പരാഗത മന്ത്രോച്ചാരണങ്ങളുടെ താളത്തിൽ അവർ പാരഡികളും പാട്ടുകളും ഉണ്ടാക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് അതിനോട് ഞങ്ങൾ പ്രതികരിക്കേണ്ടതുണ്ട്. ഈ ഒരു പ്രത്യേക കേസിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ ഇതാണ് ഞങ്ങൾ UDF-നോട് പറയുന്ന വെല്ലുവിളി. കഴിഞ്ഞ 5 വർഷത്തിനിടെ ഇടതുപക്ഷത്തെ ഏതെങ്കിലും ഒരു മന്ത്രിക്കെതിരെ ഒരൊറ്റ അഴിമതി കേസെങ്കിലും ഉയർത്തിക്കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ? ഔദ്യോഗികമായി ഒരു അഴിമതി ആരോപണം പോലുമില്ല. നിയമസഭയുടെ അവസാന സമ്മേളനത്തിലെങ്കിലും കെട്ടിച്ചമച്ച ഏതെങ്കിലും ഒരു ആരോപണം ഉന്നയിക്കുമെന്ന് ഞങ്ങൾ കരുതി. ഒന്നുമില്ല. അപ്പോൾ അതെ, എനിക്ക് തോന്നുന്നത് ഈ വിഷയത്തിൽ ഞങ്ങളുടെ വിശ്വാസ്യത വളരെ ഉയർന്നതാണെന്നാണ്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ആരോടാണ് പോരാടുന്നത്? വോട്ട് പിരിച്ചുപിടിക്കാൻ വേണ്ടിയാണോ നിങ്ങൾ BJP-യോട് പോരാടുന്നത്? മുനിസിപ്പൽ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ നേട്ടമുണ്ടാക്കുകയും മുന്നേറുകയും ചെയ്ത UDF-നോടാണോ നിങ്ങൾ പോരാടുന്നത്? ആരാണ് നിങ്ങളുടെ ലക്ഷ്യം? രാഹുൽ ഗാന്ധി പറഞ്ഞത് CPM-ഉം BJP-യും ഒരുമിച്ചാണെന്നാണ്. അപ്പോൾ നിങ്ങൾ ആരെയാണ് ലക്ഷ്യമിടുന്നത്? അതായത് ഞങ്ങളുടെ പ്രധാന ലക്ഷ്യം UDF തന്നെയാണ്. അവരാണ് എതിരാളി. KBJP അത്ര വിദൂരമല്ലാത്ത ഒരു മൂന്നാം ശക്തിയാണ്. ഞങ്ങൾ BJP-യെയും UDF-നെയും ഒരുപോലെ എതിർക്കുന്ന ഏതാനും മണ്ഡലങ്ങൾ ഒഴികെ. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം, കേരളത്തിൽ 1960-ൽ തുടങ്ങി EMS-നെ പരാജയപ്പെടുത്താനായിരുന്നു. ജനസംഘം EMS നമ്പൂതിരിപ്പാടിനെതിരെ സ്ഥാനാർത്ഥിയെ പിൻവലിച്ചു. കോൺഗ്രസും ജനസംഘവും ഒരുമിച്ച് അദ്ദേഹത്തെ പരാജയപ്പെടുത്താൻ പോരാടി. അക്കാലം മുതൽ എല്ലാ തെരഞ്ഞെടുപ്പിലും ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ ഈ ധാരണ നടന്നുകൊണ്ടിരിക്കുകയാണ്. BJP ജയിച്ച സന്ദർഭങ്ങൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അതെപ്പോഴും UDF-ന്റെ ഒത്താശയോടെയാണ്. അവരുടെ വോട്ട് വിഹിതം ഗണ്യമായി കുറയുകയും BJP വിജയിക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ നിയമസഭയിലും തൃശൂരിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും ഇത് സംഭവിച്ചു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പലയിടത്തും ഇതാണ് സ്ഥിതി. തിരഞ്ഞെടുപ്പിന് ശേഷം BJP-യും കോൺഗ്രസും ഒന്നിച്ചിട്ടുണ്ട്. വാസ്തവത്തിൽ ചില ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെന്ന പോലെ ഒരു പഞ്ചായത്തിൽ മടത്തൂരിൽ അവിടെ തിരഞ്ഞെടുക്കപ്പെട്ട കോൺഗ്രസുകാർ BJP-യിൽ ചേർന്ന് അതുകൊണ്ട് ചില ഭാഗങ്ങളിൽ ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്താൻ അവരൊരു ധാരണയിലെത്തുന്നത് നിങ്ങൾക്ക് കാണാം. BJP-യെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനേക്കാൾ കൂടുതൽ അവർ താഴെയിറക്കാൻ ആഗ്രഹിക്കുന്നത് ഇടതുപക്ഷത്തെയാണ്.
കാരണം നിങ്ങൾ അനുവദിക്കുകയാണെങ്കിൽ കേരളത്തിലെ ഹിന്ദു സമുദായത്തിലേക്ക് BJPക്ക് കടന്നു കയറണമെങ്കിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ നവോത്ഥാന പാരമ്പര്യം കാരണം വളരെ മതേതരമായ ഒരു സമുദായമാണത്. ഇടതുപക്ഷത്തെ ഇല്ലാതാക്കേണ്ടത് പ്രധാനമാണ്. ഇതുവരെ അവർക്ക് പലപ്പോഴും കോൺഗ്രസുമായി ധാരണയുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ നടക്കുന്ന വലിയ വിവാദം വളരെ തമാശയാണ്. അതുകൊണ്ട് CPM BJPയുമായി സഖ്യമുണ്ടാക്കുന്നു എന്ന് കോൺഗ്രസ് ആരോപിക്കാൻ ശ്രമിക്കുകയാണ്. രാഹുൽ ഗാന്ധി വന്ന് CJPയെക്കുറിച്ച് ഈ തമാശ നിറഞ്ഞ പ്രസ്താവന നടത്തി. പിന്നെ തീർച്ചയായും ഇടതുപക്ഷത്തിനും പ്രത്യാരോപണങ്ങളുണ്ട്. അപ്പോൾ ഇതൊരുതരം ആഖ്യാനവും പ്രത്യാഖ്യാനവുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ചോദ്യം. അതെ, BJP ഹിന്ദുക്കൾക്കിടയിൽ സ്വാധീനം ചെലുത്തുന്നതിനെക്കുറിച്ച് നിങ്ങൾ സംസാരിച്ചു. ക്ഷമിക്കണം, എന്താണ് പറഞ്ഞത്? BJP ഹിന്ദു വോട്ട് ബാങ്കിലേക്ക് കടന്നു കയറുന്നതിനെക്കുറിച്ച് നിങ്ങൾ സംസാരിച്ചു. പക്ഷേ ക്രിസ്ത്യാനികളുടെ കാര്യമോ? ക്രിസ്ത്യൻ വോട്ടർമാരെ ആകർഷിക്കാൻ BJP സർവ്വശ്രമവും നടത്തുന്നുണ്ട്. കൂടാതെ ക്രിസ്ത്യൻ സമൂഹം പല മേഖലകളിലും BJPയോട് ഒരു തുറന്ന സമീപനം സ്വീകരിക്കുന്നുമുണ്ട്. പിന്നെ നേരത്തെ നിങ്ങൾ ഇസ്ലാമോഫോബിയെക്കുറിച്ച് സംസാരിച്ചിരുന്നു. കാസ, ഡിഫൻഡേഴ്സ് ഓഫ് ദ ക്രിസ്ത്യൻ ഫെയ്ത്ത്, വാരിയേഴ്സ് ഓഫ് ദ ക്രോസ് തുടങ്ങിയ ഗ്രൂപ്പുകളോടൊപ്പം ക്രിസ്ത്യൻ സമൂഹത്തിലും ഇസ്ലാമോഫോബിയ വർദ്ധിക്കുന്നില്ലേ? നിങ്ങൾക്കറിയാമല്ലോ, നമ്മൾ അവരെ തീവ്ര സ്വഭാവമുള്ള വിഭാഗങ്ങളായി തള്ളിക്കളയാറുണ്ട്. പക്ഷേ എവിടെയൊക്കെയോ അവരൊരു വലിയ പങ്ക് വഹിക്കാൻ തിരികെ വരുന്നു. അതെ, BJP ക്രിസ്ത്യൻ സമൂഹത്തിലേക്ക്, പ്രത്യേകിച്ച് ഉയർന്ന ജാതിക്കാരായ ക്രിസ്ത്യാനികൾക്കിടയിലേക്ക് കടന്നുകയറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉയർന്ന ജാതിയായി കണക്കാക്കപ്പെടുന്ന പരമ്പരാഗത സുറിയാനി ക്രിസ്ത്യാനികളുണ്ട്. അവരെല്ലാവരും ഉയർന്ന ജാതിയിൽ നിന്ന് മതം മാറിയവരായിരുന്നില്ലെങ്കിലും എന്നാൽ പോർച്ചുഗീസ് പ്രൊട്ടസ്റ്റന്റ് മതപരിവർത്തനം ചെയ്തവരുമുണ്ട്. അവർ കൂടുതലും താഴ്ന്ന ജാതികളിൽ നിന്നുള്ളവരാണ്. ഇപ്പോൾ BJP ഈ ശ്രമം നടത്തുന്നുണ്ടെങ്കിലും ചർച്ച് ഒരു ശക്തമായ സ്ഥാപനമായതുകൊണ്ടും ധാരാളം, പറയുകയാണെങ്കിൽ സംരംഭങ്ങളും പുറത്തുനിന്നുള്ള സംഭാവനകളും കൂടാതെ വിദ്യാഭ്യാസ ആരോഗ്യ സ്ഥാപനങ്ങളും ഉള്ളതുകൊണ്ടും അവർ കേന്ദ്ര സർക്കാരുമായി ഒരു ഏറ്റുമുട്ടലിന് ആഗ്രഹിക്കുന്നില്ല. ശരിയല്ലേ? അതും മനസ്സിലാക്കാവുന്നതേയുള്ളൂ. അതുകൊണ്ട് ആ സ്വാധീനം ഉപയോഗിച്ച് അവർ ക്രിസ്ത്യൻ സമൂഹത്തിൽ ഇടം നേടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടാതെ ക്രിസ്ത്യൻ സമൂഹത്തിലെ ക്രിസംഗികൾ എന്ന് വിളിക്കപ്പെടുന്ന ഒരു തീവ്ര വിഭാഗം ഉയർന്നു വന്നിട്ടുണ്ട്. ഇസ്ലാമിനോടുള്ള അക്രമാസക്തമായ എതിർപ്പും നാഗരികതകളുടെ സംഘട്ടനം എന്ന സിദ്ധാന്തവും മറ്റും പ്രസംഗിക്കുന്നവർ. പക്ഷെ BJP ഈ ബന്ധങ്ങൾ സ്ഥാപിക്കുമ്പോൾ ഉത്തരേന്ത്യയിൽ എന്തെങ്കിലും സംഭവിക്കുന്നു. ക്രിസ്ത്യാനികൾ ആക്രമിക്കപ്പെടുന്നു, പള്ളികൾ ആക്രമിക്കപ്പെടുന്നു, അവിടെ മലയാളി പുരോഹിതന്മാരോ കന്യാസ്ത്രീകളോ ജോലി ചെയ്യുന്നുണ്ടാകും. അതുകൊണ്ട് അതിന് കേരളത്തിൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്നു. അവർ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും ഉത്തരേന്ത്യയിലെ ആരെങ്കിലും ഇല്ലാതാക്കുന്നു. അതുകൊണ്ട് ആത്യന്തികമായി ഒരു വിലയിരുത്തൽ നടത്തുമ്പോൾ ക്രിസ്ത്യാനികൾക്കിടയിലുള്ള BJPയുടെ പിന്തുണയും വളരെ പരിമിതമാണ്. സമയം ചെലവഴിച്ചതിന് വളരെ വളരെ നന്ദി. താങ്കൾക്ക് ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട മീറ്റിംഗ് ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ അത് ശരിക്കും വളരെ രസകരമായിരുന്നു. വളരെ നന്ദി.